ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാവേ. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഫെബ്രുവരി 2025 ഫെബ്രുവരി 12 രാത്രി 8 മണിക്ക് 8 മണിയായപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്കൊരു കാര്യമുണ്ടേ. കാലിൽ എന്തെങ്കിലും ഇച്ചിരി മണ്ണായിക്കഴിഞ്ഞാൽ അപ്പം പോയി കാല് കഴുകും. അങ്ങനെ ആ ബാത്റൂമിൽ കാല് കഴുകി ബാത്റൂമിൽ ഫ്ലോറിൽ വെള്ളമായി. പിന്നെ അതുപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് കാലിൻ്റെ അടി തേച്ചിട്ട് ഇരിക്കാറില്ല. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നറിയില്ല, ഫ്ലോറിൽ വെള്ളമായി. അത് കാല് കഴുകിയതാണ്. എന്നിട്ട് എന്താ പറയണേ, ഞാൻ ഇവരുടെ കൂട് ക്ലീൻ ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് തെന്നി തല അടിച്ചുകൊണ്ട് ഇടതുവശത്ത് തല അടിച്ച് താഴെ വീണ് ആ ഇടതുവശം മൊത്തം പഞ്ചറായിരിക്കണേ. അപ്പോൾ ഞാൻ ഡേറ്റ് മെൻഷൻ ചെയ്ത് എന്താ കാരണമെന്നറിയാമോ? നാട്ടിൽ എനിക്ക് ഭയങ്കര പേടി, ഭയങ്കര വേദനയുണ്ട്, തല മുഴച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എപ്പോഴാണ് വീണേന്നൊക്കെ ചോദിക്കുമല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് യൂട്യൂബിലെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയല്ല. കാരണം എന്നാ വീണത്, ഞാനൊന്ന് മലേഷ്യയിലൊക്കെ ആയിരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡോക്ടർമാർക്ക് ദേഷ്യം വരും. ഇതാകുമ്പോൾ കറക്റ്റ് ഡേറ്റ് യൂട്യൂബിൽ എൻ്റെ വീഡിയോ കിടപ്പുണ്ടെന്നറിയാം. യൂട്യൂബ് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് കേട്ടോ. എന്തായാലും ദൈവത്തിന് സഹായിച്ച്. പിന്നെന്താ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തത്. 2025 ഫെബ്രുവരി 12 രാത്രി 8 മണിക്ക്. അപ്പോൾ ഇനി ഡോക്ടർ ചോദിക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയല്ല. ഇനി വീഡിയോ തപ്പി കണ്ടുപിടിക്കാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ഞാൻ ഇന്നലെ ശരിക്കും തല അടിച്ച് വീണ്. അപ്പോൾ എനിക്ക് വേദനയുണ്ട്, ഇപ്പോഴും വേദനയുണ്ട്. അപ്പോൾ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അവരോട്, ആൻറ്റീൻ്റെ അടുത്തും അങ്കിളിൻ്റെ അടുത്തും പറയണ്ടെന്ന് വിചാരിച്ച. പിന്നെ ഞാൻ വിചാരിച്ചേ എന്തോ എൻ്റെ മനസ്സിലങ്ങനെ തോന്നി. കാരണം എന്തെങ്കിലും ഇപ്പം അബദ്ധവശാൽ എന്തെങ്കിലും എനിക്ക് എന്തോ വയ്യാഴിക വന്നാൽ ഞാൻ അന്ന് ബാത്റൂമിൽ വീണായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അവർ പറയും നീ അന്ന് പറഞ്ഞില്ലല്ലോ, ചുമ്മാ ഉണ്ടാക്കി പറയണമെന്നുള്ളൊരു മട്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. നല്ല വേദനയുണ്ട്, അറിയില്ല. നാട്ടിൽ പോയിട്ട് ഇനി സെപ്റ്റംബറിൽ ലീവ് കിട്ടുമെന്നും അറിയത്തില്ല. സെപ്റ്റംബറിൽ 1 വർഷം ആകും എൻ്റെ പെർമിറ്റ് തീരണം. എന്നാൽ 4 വർഷത്തേക്കാണ് അവർ കോൺട്രാക്റ്റ് എഴുതി വെച്ചേക്കണം. അപ്പോൾ അറിയില്ല എങ്ങനെയാണെന്ന്. കിട്ടുവാണെങ്കിൽ എന്തായാലും ചെക്കപ്പ് ചെയ്യണം. ഭയങ്കര വേദന ഉണ്ടെന്നേ തല. ഇടതുവശം കടുകെണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, ടൈഗർ ബാം തേച്ചു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. ഈ അച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലേഡി ഫിംഗർ ഉണ്ടല്ലോ, വാവ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ്. ഇതിപ്പോൾ വേറെ വഴിയാട്ടോ. എന്നോട് ആൻറ്റി ഇനി എന്നെ കടയിൽ വിടില്ലെന്നോ തോന്നണം. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം പറഞ്ഞ്, നീ പോയിട്ട് വേഗം വന്നം, എനിക്ക് 1 മണിക്ക് ക്ലാസ്സുള്ള 2 മണിക്ക് ക്ലാസ്, എനിക്ക് 1 മണിക്കെങ്കിലും ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പക്ഷേ നിങ്ങളെ കാണിക്കാനല്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ. നിങ്ങൾ ഓർക്കുക എന്തിട്ട് കാണണേന്ന് അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വഴി വന്നതാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ ആണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ പറയണ, ഡിസ്ക്രിപ്ഷനിൽ എഴുതി വയ്ക്കാം. അപ്പോൾ പിന്നെ ചകഞ്ഞ് തപ്പണ്ടല്ലോ, എല്ലാത്തിൻ്റെയും വോയിസ് കേൾക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കേ, വീണ ദിവസം എന്ന് പറഞ്ഞെഴുതാം അല്ലേ, അങ്ങനെ ചെയ്യാം. പിന്നെന്താ, പിന്നെയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടി എപ്പോഴും പോയി നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവുമല്ലേ. നമുക്ക് വേറെ വഴിയൊന്നും പോകണ്ട. അപ്പോൾ അതാണ് എൻ്റെ വിശേഷം. നല്ല വേദന ഉണ്ട് കേട്ടോ തല. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഞരമ്പ് വെയിൻ ചതഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അയ്യോ, എൻ്റെ ഉള്ളിൽ കൂടി കയറണ്ട, കാണാൻ വേണ്ടിയൊന്നും ഇല്ലാന്നേ.
നമ്മുടെ കാക്കച്ചേട്ടന്മാരുടെ ഇരിപ്പുണ്ട്. കാക്കച്ചേട്ടനാണോ കാക്കച്ചേച്ചിയാണോ എന്നൊന്നും അറിയാൻ പാടില്ല. അവരിരിപ്പുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഒരു കാക്ക. അതും ഇത് പറഞ്ഞ പോലെ കാക്കച്ചേട്ടനാണോ കാക്കച്ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല. ഹായ്. ഓ മലേഷ്യയിലൊന്നും പരിചയക്കാരായ ഇത് സംഭവമാണല്ലേ. ഞാൻ തിരിഞ്ഞ് നടക്കുമായിരുന്നു. പറഞ്ഞു ഹായ് മോർണിംഗ്. നമുക്കിന്ന് ചെമ്മിപ്പുളി പറിക്കാവേ. ചെമ്മിപ്പുളിക്ക് ഇവിടെ പോയത് ചെമ്മിപ്പുളിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അച്ചാറിടാൻ. ഞാൻ വീഡിയോ പൗസ് ചെയ്ത് വെച്ചാണ് കണ്ടത്. പൗസ് ചെയ്ത് അടിച്ചല്ലേ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്. എന്തായാലും ഇത് കാണട്ടെ ഞാൻ ചെമ്മിപ്പുളി. ആ ചെമ്മിപ്പുളി അച്ചാറിടാം കേട്ടോ. ചെമ്മിപ്പുളി അച്ചാറിടണം. വേറെ എന്താ, വേറെ ഒന്നും പറയാൻ. എനിക്ക് തലവേദനിക്കുന്നു, മൂക്ക് വേദനിക്കുന്നു. പിന്നെന്താ പറയണ, ആ തലയുടെ ഉള്ളൊക്കെ എനിക്ക് എന്തൊക്കെയോ തലയുടെ ഉള്ള നെറ്റിയുടെ ഉള്ളു തല തൊടാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അറിയില്ല, നോക്കണം. ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണവരെയും വീഡിയോ എടുക്കാം. എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നന്നായി. വീണ ഡേറ്റ് എഴുതി വെക്കാൻ ഇതായില്ല. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിൻ്റെ ഫോൺ ഹാങ്ങായി. പുള്ളിക്കാരനുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ താഴെ കാര്യം ചെയ്യും, ആ വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിലിടും. യൂട്യൂബിലിടാം. കാരണം ഒരുപാട് അയ്യോ പച്ച ലൈറ്റ് വന്നായിരുന്നല്ലോ, പോയി. ഓടായിരുന്നല്ലേ, വേണ്ട ഓടാൻ വയ്യ, റെഡ് ലൈറ്റ് കത്തി. അപ്പോൾ എന്താ പറഞ്ഞോന്ന്, അപ്പോൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ള കാരണം ഫോൺ ഹാങ്ങായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, യൂട്യൂബിലെടുത്തിട്. അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട് കേട്ടോ യൂട്യൂബിനെ കൊണ്ട്. ക്രോസ് ചെയ്യാമല്ലേ നൈസായിട്ട്, നോക്കട്ടെ. ഈ നടക്കുന്നവർക്കേ ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഈ സിഗ്നലിൻ്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ, പ്രസ് ചെയ്യുന്ന സാധനം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതപ്പോൾ വന്ന് ഒരു വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണേ. ചലയലാന്നിരുന്ന് വന്നിട്ടുണ്ടെങ്കിലേ ഓക്കേ. അപ്പോൾ നടക്കണമായിരിക്കും. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താ പറഞ്ഞു തന്നാൽ, അവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ ഇതണ്ട, നമ്മുടെ എറണാകുളത്തുണ്ടത്. അതിനകത്ത് പിടിച്ച് ചിലപ്പോൾ അന്നേരം നിന്ന് പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും തിരക്കാം നടക്കണവർക്ക്. അതിൽ പിടിച്ച് നെക്കിക്കൊണ്ടിരിക്കും. വണ്ടിക്കാരിക്കും പോകണ്ടേ അല്ലേ, നമ്മൾ നടക്കണവർ മാത്രം നടന്നാൽ മതി ആ റോട്ടിൽ കൂടി. അപ്പോൾ അവരും പോട്ടെ, എല്ലാവരും പോട്ടെ. അല്ലാതെ നമ്മൾ മാത്രം നടന്നിട്ട് എന്താ കാര്യം അല്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മുടെ മീമട്ടനെ പുറത്തുകൂടി തന്നെ പോകാം. ചേട്ടനോട് പറയാം ഒരു ഗുഡ് മോർണിംഗ്. ഹായ്. എല്ലാവരും പരിചയക്കാരാണ് ഇഷ്ടമാണ് മലേഷ്യയിലും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മലേഷ്യയിലും ഒന്നും പരിചയക്കാരായിരുന്നു. ഗുഡ് മോർണിംഗ് അല്ലല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയില്ലേ. മീനുണ്ട്. ഇന്നെന്താഴ്ച, ഇന്ന് വ്യാഴാഴ്ച. ഞാൻ ഡേറ്റ് പറഞ്ഞു, ദിവസം പറഞ്ഞില്ല, വ്യാഴാഴ്ച. കണ്ടോ കൊട്ടക്കോപ്പി കട തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ഇനി ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. ആ ഒരു മിനിറ്റും കൂടെ തീർത്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
വണ്ടികൾ വരുന്നു. അപ്പോൾ ഓക്കെ, സി യു. അപ്പം നമുക്ക് സന്ധിക്കും വരെ വേളയിൽ വണക്കം. വെറുതെ ഹോൺ അടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ ബൈ, സി യു.